ശബരിമല കൊള്ളക്കേസ് ഒരുവിധം ഒതുങ്ങി, അല്ല ഒതുക്കി. ഇപ്പോൾ അന്വേഷണമില്ല, അറസ്റ്റില്ല, എല്ലാം ജഗപൊക. എല്ലാവർക്കും സ്വാഭാവിക ജാമ്യവും കിട്ടിക്കഴിഞ്ഞു. എന്താണ് സ്വാഭാവിക ജാമ്യം? അന്വേഷണം നടത്തി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് കിട്ടുന്ന ജാമ്യമാണ് സ്വാഭാവിക ജാമ്യം. അവർ സ്വതന്ത്രർ, ജയിലിന് പുറത്ത്. പക്ഷേ ഇതിനിടയിൽ 41 ദിവസം ജാമ്യം കിട്ടിയ ഒരാളുണ്ട്, ശബരിമല തന്ത്രി. അത് കോടതി തന്നെ നേരിട്ട് പറഞ്ഞു തന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്ന്. ആകെ വെട്ടിലായി സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ക്രമക്കേടുകളിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പങ്കുണ്ട് എന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ പിന്നെ SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? SITയുടെ രാഷ്ട്രീയം ഇവിടെ സംശയിക്കപ്പെടുന്നു. ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് വേണ്ടി SITയെ നിയമിച്ചത് എങ്കിലും SIT യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലാണ്. ഇപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ SIT അനുസരിച്ചു എന്ന് വേണം കരുതാൻ. കാരണം യഥാർത്ഥ പ്രതികൾ അകത്താകേണ്ടതാണ്. ഇവിടെ പ്രതി പോലുമല്ല, അല്ലെങ്കിൽ സംശയത്തിന്റെ അല്ലെങ്കിൽ തെളിവിന്റെ കണിക പോലും ഇല്ലാതിരുന്ന തന്ത്രിയെ കൂടി അകത്താക്കിയിരിക്കുന്നു. SITയെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ഈ കൊള്ള തേച്ചുമാച്ചു കളയാനാണ് SITയെ സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം തീർച്ചയായും ശരിവെക്കുന്നതാണ് ഈ കോടതിയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ CPM പ്രതിനിധികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനത്തിന്റെ ശ്രദ്ധയെ മാറ്റുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിയല്ലാതിരുന്നിട്ട് പോലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ജനശ്രദ്ധ തന്ത്രിക്കെതിരായി. ഭക്തരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള തന്ത്രി തന്നെ അറസ്റ്റിലായപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളക്കേസ് പാർട്ടിയിൽ നിന്ന് മാറി, ജനത്തിന്റെ ശ്രദ്ധ മാറി. അത് തന്നെയായിരുന്നു ഈ അറസ്റ്റിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. മാത്രമല്ല, ഇപ്പോൾ കേൾക്കുന്ന വാദങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്ത്രിയോട് പക വീട്ടുകയായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മുൻ സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി തന്ത്രി നിൽക്കാത്തതും, അതുപോലെ വർഷം മുഴുവൻ ശബരിമലയിൽ നട തുറക്കണം എന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ തന്ത്രി എതിർത്തതിലുമുള്ള വൈരാഗ്യമാണ് തന്ത്രിയോട് ഈ അറസ്റ്റിലൂടെ സർക്കാർ തീർത്തത് എന്നൊരു വാദം